ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പവിത്രനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ഭാഗം പ്രവൃത്തികളുടെ ധ്യാനത്തിൽ പ്രവൃത്തികൾ 11-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ബർന്നബാസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ധ്യാനിപ്പാനിടയായി. കൂടാതെ ക്രിസ്ത്യാനികളായ നാം കർത്താവായ യേശു ക്രിസ്തുവിനെ കാണേണ്ടത് എപ്രകാരമെന്നും നമ്മുടെ ജീവിതം എപ്രകാരമായിരിക്കണമെന്നും ധ്യാനിച്ചു. ഇന്ന് ഭാഗം 68 പ്രവൃത്തികൾ 11-ാം അധ്യായം 27-ാം വാക്യം പ്രവാചകന്മാരെ പറ്റി ധ്യാനിക്കാം. അവിടെ പ്രവാചകന്മാരെ പറ്റി പറയുന്നത് 11-ാം അധ്യായം 27 ഇപ്രകാരം പറയുന്നു: ആ കാലത്ത് യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു എന്ന്. പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ കാലത്ത് എന്നത് ബർന്നബാസും പൗലോസും അന്ത്യോക്യയിൽ ആയിരുന്ന കാലത്താണ്. പ്രവൃത്തികൾ 11-ന്റെ 25-26 വാക്കിൽ നിന്ന് വായിക്കുന്നു: അവൻ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി. അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങൾ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. സഭയിൽ പ്രവാചകന്മാരുടെ സ്ഥാനം പൗലോസിൻ്റെ ലേഖനങ്ങളിൽ അംഗീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്മാർ ആര്, എന്താണ് അവരുടെ പ്രവർത്തനങ്ങൾ ഒക്കെ നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നേരിട്ടുള്ള പ്രേരണയാൽ സംസാരിച്ചവരാണ് പ്രവാചകന്മാർ. പരിശുദ്ധാത്മാവിൻ്റെ നേരിട്ടുള്ള പ്രേരണയാൽ സംസാരിച്ചവരാണ് പ്രവാചകന്മാർ. നാവ് കൊണ്ടും ജീവിതം കൊണ്ടും സാക്ഷ്യം വഹിക്കുന്നവനാണ് പ്രവാചകൻ. നാവ് കൊണ്ടും ജീവിതം കൊണ്ടും സാക്ഷ്യം വഹിക്കുന്നവനാണ് പ്രവാചകൻ. സഭയുടെ വിശുദ്ധിയും ആത്മീയ ജീവിതവും മാത്രമായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. മറ്റൊന്നുമായിരുന്നില്ല. ധനസമാഹരണമല്ല, മറ്റൊന്നുമല്ല. അവരുടെ പ്രധാന ലക്ഷ്യം സഭയുടെ വിശുദ്ധി, ആത്മീയമായ ജീവിതം, അത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. പഴയ നിയമത്തിൽ നാം ശൗമേൽ എന്ന പ്രവാചകനെ കാണും. പ്രവാചകൻ എന്ന നിലയിൽ ജനങ്ങൾക്കായിട്ട് മധ്യസ്ഥത അദ്ദേഹം ചെയ്യുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. മധ്യസ്ഥത പ്രാർത്ഥനയുടെ സ്വഭാവവും ശക്തിയും പ്രാധാന്യവും മനസ്സിലാക്കിയിരുന്ന ശൗമേൽ പ്രവാചകൻ മധ്യസ്ഥത ചെയ്യാതെ ഇരിക്കുന്നത് പാപമാണെന്ന് പരിഗണിച്ചിരുന്നതായി നാം കാണുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥത ചെയ്തില്ലെങ്കിൽ, തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ അത് പാപമാണെന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു എന്ന് നാം തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്, വളരെ വ്യക്തതയോട് പറയുന്നുണ്ട്. അതുപോലെ രാജാവിനെയും ജനത്തെയും ദൈവ വഴികളിൽ നടക്കുന്നതിന് നിരന്തരമായി പ്രബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനായി തിരുവചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. അദ്ദേഹം 1 ശമൂവേൽ 12:23 പറയുന്നു: ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇരുന്നാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുത്. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ വഴി ഉപദേശിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. അതിനാൽ ഒരു പ്രവാചകൻ തൻ്റെ ചുമതലയെപ്പറ്റി പൂർണ്ണ ബോധ്യമുള്ളവരും ദൈവവുമായി നിരന്തരം ആലോചന കഴിച്ച് ദൈവഹിതത്തെ മാത്രം പൂർണ്ണമായി അനുസരിക്കുന്നവനുമായിരിക്കണം. പുതിയ നിയമത്തിൽ കീഴിൽ തൻ്റെ ജനത്തിന് ദൈവത്തിൽ നിന്നുള്ള ഒരു സന്ദേശം നൽകുന്നതിനായിട്ട് പരിശുദ്ധാത്മാവിനാൽ എഴുന്നേൽപ്പിക്കപ്പെട്ടവരും ശക്തീകരിക്കപ്പെട്ടവരുമാണ് പ്രവാചകന്മാർ. പ്രവൃത്തികൾ 2:17 നാം വായിക്കുന്നു: അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പോരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. പ്രവൃത്തികൾ 4:8 നാം വായിക്കുന്നു: പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിൻ്റെ പ്രമാണിമാരും മൂപ്പന്മാരുമായുള്ളവരേ എന്ന്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ടാണ് മറ്റുള്ളവരോട് പത്രോസ് സംസാരിക്കുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 21:4 പറയുന്നു: അവർ പൗലോസിനോട് യെരുശലേമിൽ പോകരുത് എന്ന് ആത്മാവിനാൽ പറഞ്ഞു. ദൈവാത്മാവ്
എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ദൈവീയ വെളിച്ചം നൽകുന്നു. എഫേസ്യർ 4:11 നാം വായിക്കുന്നു, അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായിട്ടും നിയമിച്ചിരിക്കുന്നു. എന്തെല്ലാമാണ് പ്രവാചകന്മാരുടെ ശുശ്രൂഷ? എന്തെല്ലാമാണ്? ഒരു പുതിയ നിയമ സഭയിലെ പ്രധാന ശുശ്രൂഷയ്ക്ക് ഉത്തമ മാതൃകകളാണ് ക്രിസ്തുവും അപ്പോസ്തലന്മാരും. നാം അവരെ കണ്ട് പഠിക്കേണ്ടതാണ്. ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പ്രവർത്തികൾ 3:22-23 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടുമെന്ന് മോശ പറഞ്ഞുവല്ലോ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കും. പ്രവർത്തികൾ 13:1-2 വാക്യങ്ങൾ പറയുന്ന, അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നിഗർ എന്നു പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലുക്കിയോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനയോ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്ന് തിരുവനന്തപുരം വായിക്കും. രണ്ടാമതായിട്ട്, സഭയിൽ പ്രവാചകന്റെ കർത്തവ്യങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങളാണ്. ആ കർത്തവ്യങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ദൈവവചനത്തിൻ്റെ ആത്മനിറവുള്ള പ്രഘോഷകനും വ്യാഖ്യാതാവുമായിരിക്കണം പ്രവാചകൻ. മുന്നറിയിപ്പ് നൽകുക, പ്രബോധിപ്പിക്കുക, ആശ്വസിപ്പിക്കുക, ആത്മീയ അഭിവൃദ്ധി വരുത്തുക, ഇതൊക്കെ അതിൽ നിക്ഷിപ്തമാണ്. പ്രവർത്തികൾ 2:14-36 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ മനസ്സിലാകും. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എൻ്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3-ാം മണിനേരമേ ആയിട്ടുള്ളൂ. ഇത് യോവാൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത്രേ. അതെന്തെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പ് സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രയനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായി. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എൻ്റെ വലഭാഗെ ഇരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ നാവ് ആനന്ദിച്ചു. എൻ്റെ ജഡവും പ്രത്യാശയോട് വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു. എൻ്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണ്ണനാക്കും എന്ന് ദാവീദ് അവനെക്കുറിച്ച് പറയുന്നുവല്ലോ. സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെക്കുറിച്ച് അവൻ മരിച്ചടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. അവൻ്റെ കല്ലറ ഇന്നുവരെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. എന്നാൽ അവൻ പ്രവാചകൻ ആകയാൽ ദൈവം അവൻ്റെ കടിപ്രദേശത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്തുറപ്പിച്ചത് എന്നറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. അവൻ്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുൻപ് കൂട്ടി കണ്ട് പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു.
അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകും. അവൻ ദൈവത്തിൻ്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു. ദാവീദ് സ്വർഗാരോഹണം ചെയ്തില്ലല്ലോ. എന്നാൽ അവൻ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളൂ, നീ എൻ്റെ വലഭാഗത്ത് ഇരിക്ക എന്ന കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറയുന്നു. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. പ്രവൃത്തികൾ 3-ാം അധ്യായം 12 തൊട്ട് 26 വരെ നാം വായിക്കുന്നത്. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ ഇതിങ്കിൽ ആശ്ചര്യപ്പെടുന്നതെന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതുമെന്ത്? അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിൻ്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. കുലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാകും. അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇന്ന് നിങ്ങളെല്ലാവരും കാണുകയും ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെപ്പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചുവെന്ന് ഞാൻ അറിയുന്നു. ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുൻ നിയമിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിൻ്റെ സമുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചത് ഒക്കെയും യഥാസ്ഥാനം ആകുന്ന കാലം വരുവോളും സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകും. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടുമെന്ന് മോശ പറഞ്ഞു. അത്രയുമല്ല, ശൗമ്യയിൽ ആദിയായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു. നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു ഓരോരുത്തരെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അതുപോലൊക്കെ നാം 1 കൊരിന്ത്യർ 12:10 വായിക്കുന്നു. മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷാ വ്യാഖ്യാനം. 1 കൊരിന്ത്യർ 14:3 പറയുന്നു, പ്രവചിക്കുന്നവൻ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യനോട് സംസാരിക്കുന്നു. രണ്ടാമതായി, പ്രവാചകൻ പ്രവചനപരം പ്രവർത്തനക്ഷമമാകണം. കൂടാതെ അടുത്തതായിട്ട് ഭാവിയെപ്പറ്റി പ്രാപ്തനായ ദർശകനായിരിക്കും. അതും ദൈവികമായ അരുളപ്പാടിലൂടെ മാത്രം. 1 ദിനവൃത്താന്തം 29:29 വായിക്കുന്നു. എന്നാൽ ദാവീദ് രാജാവിൻ്റെ ആദ്യന്ത വൃത്താന്തങ്ങൾ, അവൻ്റെ രാജ്യഭാരമൊക്കെയും അവൻ്റെ പരാക്രമ പ്രവൃത്തികളും അവനും ഇസ്രായേലിനും അന്യദേശങ്ങളിലെ സകല രാജ്യങ്ങൾക്കും ഭവിച്ച കാലഗതികളും എന്ന്. പ്രവൃത്തികൾ 11:28 വായിക്കുന്നു. അവരിൽ അഗബോസ് എന്ന പേരുള്ളവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലൗദ്യോസിൻ്റെ കാലത്ത് സംഭവിച്ചു. പ്രവൃത്തികൾ 21:10-11 വാക്യങ്ങൾ വായിക്കുന്നു. ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദിയിൽ നിന്ന് വന്ന് അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിൻ്റെ അരക്കച്ച എടുത്ത് തൻ്റെ കൈകാലുകളെ കെട്ടി. ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരൂശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു.
അടുത്തതായിട്ട് പ്രവാചകൻ്റെ പാപത്തെ വെളിപ്പെടുത്തുക. പ്രവാചകൻ പാപത്തെപ്പറ്റി വെളിപ്പെടുത്തുക, നീതി പ്രഖ്യാപിക്കുക, വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക, ദൈവജനത്തിൻ്റെ ലൗകികത്വത്തെയും ശീതോഷ്ണ അവസ്ഥയും എതിർക്കുക എന്നീ കർത്തവ്യങ്ങൾ നിറവേറ്റേണ്ടത് അനിവാര്യമാണ് പ്രവാചകൻ. ലൂക്കോസ് സുവിശേഷം 1:14-17 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നു. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവൻ്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കൾ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. യോഹന്നാൻ സ്നാപകനെ പറ്റി പറയും. എന്നിരിക്കലും നീതിയുടെ സന്ദേശം നൽകുന്നത് മൂലം പ്രവാചകന്റെ ശുശ്രൂഷയെ ജനം തള്ളിക്കളഞ്ഞു എന്നവരാണ്. സഭകൾ വിശ്വാസത്യാഗത്തിലും ശീതോഷ്ണാവസ്ഥയിലുമായിരിക്കുമ്പോൾ പ്രവാചകനെയും അവൻ്റെ ശുശ്രൂഷയെയും മനുഷ്യർ നിരസിക്കാൻ സാധ്യത അധികമാണ്. മൂന്നാമതായിട്ട്, പ്രവാചകന്റെ സ്വഭാവത്തിലും ചുമതലയിലും ആഗ്രഹത്തിലും കഴിവിലും ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് താഴെ പറയുന്നത് പോലെയാണ്. ഒന്ന്, സഭയുടെ വിശുദ്ധിക്ക് വേണ്ടിയുള്ള തീഷ്ണത പ്രവാചകനിലുണ്ടാകും. യോഹന്നാൻ 17:15-17 വരെയുള്ള വാക്കുകൾ പറയുന്നു, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകും. കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. 1 കൊരിന്ത്യർ 6:9-11 വരെയുള്ള വാക്യങ്ങളിൽ, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലേ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. നിങ്ങൾ ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കും. ഗലാത്യ ലേഖനത്തിൽ നാം വീണ്ടും വായിക്കുന്നു 5:22-25 വരെയുള്ള വാക്യങ്ങൾ. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുയേശുവിൽ ഉള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. രണ്ടാമത്, പാപത്തെക്കുറിച്ചുള്ള ബോധ്യം, അനീതിയെ മനസ്സിലാക്കുന്നതിനും വെറുക്കുന്നതിനുമുള്ള കഴിവ് പ്രവാചകനുണ്ടാകും. റോമാലേഖനം 12:9 പറയും, സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുകയും. എബ്രായലേഖനം 1:9 പറയുന്നു, നീ നീതി ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കുക. ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അടുത്തതായിട്ട്, വ്യാജ ഉപദേശങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മമായ അറിവ് പ്രവാചകനുണ്ടായിരിക്കും. മത്തായിയുടെ സുവിശേഷം 7:15 കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുകയും, അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകും. മത്തായി 24:11-24 വാക്യങ്ങൾ പറയുന്നത്, കള്ളപ്രവാചകൻ പലരും വന്ന് അനേകരെ തെറ്റിക്കും. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിപ്പാനായ വലിയ അടയാളങ്ങളും അത്ഭുതവും കാണിക്കും. ഇന്നത്തെ കാലത്ത് ഇത് അത്യാധികമായി വർദ്ധിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ഗലാത്യ ലേഖനം 1:9 ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയും, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടു. 2 കൊരിന്ത്യർ 11:12-15 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു, എന്നെ നിന്ദിപ്പാൻ കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം അറുത്ത് കളയേണ്ടതിന് ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും. അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെപ്പോലെ അവരെ കാണട്ടെ. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല. സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നവരും
ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾ ഒത്തതായിരിക്കും. അടുത്തതായിട്ട് പ്രവാചകൻ തൻ്റെ സന്ദേശത്തിൻ്റെ സാധ്യതയ്ക്ക് വേണ്ടി ദൈവവചനത്തിൽ ആശ്രയിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 17-19 വാക്യങ്ങൾ നാം വായിക്കുന്ന യെശയ്യാപ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിട്ടയപ്പാനും കർത്താവിൻ്റെ പ്രസാദപക്ഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. 1 കൊരിന്ത്യർ 15-3-4 വാക്യങ്ങൾ വായിക്കുന്നു, ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. 2 തിമോഥെയോസ് 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്യമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകും. 1 പത്രോസ് 4-11 വാക്യത്തിൽ വരുന്ന ഒരുതം പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെ ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. അടുത്തതായിട്ട് ദൈവരാജ്യത്തിൻ്റെ ആത്മീയ വിജയത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ഇഷ്ടത്തെ അറിയുന്നതിനെക്കുറിച്ചുമുള്ള ആകാംക്ഷ ആ വ്യക്തിയിലുണ്ടായിരിക്കണം. മത്തായി 21-13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു, ഇവൻ ഗലീലയിലെ നസ്രയത്തിൽ നിന്നുള്ള പ്രവാചകനായ ക്രിസ്തു എന്ന് പുരുഷാരം പറഞ്ഞു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞു. അവരോട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. ഇന്നും ഈ അവസ്ഥയിൽ തന്നെ തുടരുകയാണ് ലോകം. മനുഷ്യൻ മത്തായിയുടെ സുവിശേഷം 22 നാം വായിക്കുന്നുണ്ട്. 37-ാം വാക്യത്തിൽ യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ലൂക്കോസ് 13-34 പറഞ്ഞു, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർക്കുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സിലായില്ല. യോഹന്നാൻ സുവിശേഷം 2-14-17 വരെ നാം വായിക്കുമ്പോൾ ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാളുകളോടും കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു. മേശകളെ മറിച്ചിട്ട് പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇതെവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. പ്രവൃത്തികളുടെ പുസ്തകം 20-27-31 വരെ വായിക്കുന്നു, ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചിരിക്കുന്നത്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്നാ ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായിട്ട് വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞതെന്ന് ഓർത്തുകൊള്ളുവീൻ. അടുത്തതായിട്ട് പ്രവാചകന്റെ സന്ദേശം തെറ്റ് പറ്റാത്തതാണെന്ന് കരുതാൻ പാടില്ല. ഒരുവൻ്റെ ദൂത് സഭയുടെയും മറ്റ് പ്രവാചകന്മാരുടെയും ദൈവവചനത്തിൻ്റെയും വിലയിരുത്തലിന് വിധേയമാണ്. പ്രവാചകന്റെ സാക്ഷ്യം, പ്രവചനം ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് സഭ വിവേചിക്കേണ്ടതാണ്. തിരുവചനം പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 14-29-33 വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു, പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. ഇരിക്കുന്നവനായ മറ്റൊരുവന് വെളിപ്പാടുണ്ടായാലോ ഒന്നാമത്തവൻ മിണ്ടാതിരിക്കട്ടെ. എല്ലാവരും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിപ്പാനുമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഓരോരുത്തരായിട്ട് പ്രവചിക്കാമല്ലോ.
പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കും. ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ ദൈവമത്രേ. സമാധാനത്തിൻ്റെ ദൈവമത്രേ. 1 യോഹന്നാൻ 4:1 പറയുന്ന, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകൻ പലരും വന്ന് ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് ശോധന ചെയ്യുവിൻ. ഇന്ന് പലരുടെയും പ്രവചനം പ്രാവർത്തികമാകാതെ കാണാൻ കാരണം അത് ദൈവത്തിൽ നിന്നും പ്രാപിച്ചതല്ല, സ്വയം പ്രവചിക്കുന്നതാണ്. കാലഘട്ടത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി അതിന് പ്രകാരം പ്രവചനം നടത്തുക, അത് സ്വാർത്ഥ ലാഭ ഇച്ഛയുടെയും സ്വയം പുകഴ്ത്തലിൻ്റെയും മാത്രം ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്നു എങ്കിൽ അത് വളരെ കഷ്ടദായകം തന്നെ. മനുഷ്യരെ കബളിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പേർ അവർ എടുക്കുന്നു. ഇന്ന് അനേകം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് പറയുന്നത്. മനുഷ്യരെ കബളിപ്പിക്കുന്നതിന് ദൈവത്തിൻ്റെ നാമം എടുത്ത് അവർ പലതും കാട്ടും. കർത്താവായ യേശു ക്രിസ്തു മുൻകണ്ട ഇത് നമ്മെ അറിയിച്ചു. എന്നാൽ തിരുവചനം അറിയാത്തവരും അത് ശരിയായി മനസ്സിലാക്കുവാൻ കഴിയാത്തവരും കള്ളപ്രവചനത്തിൽ പെട്ട് പോകുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. അത് എന്താണ്? മത്തായിയുടെ സുവിശേഷം വായിക്കുന്നത് 7:15 പറയുന്നു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവീൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകും. മത്തായി സുവിശേഷം 24:11, 24 വാക്യങ്ങളിൽ കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വ്രതന്മാരെ തെറ്റിപ്പാനായ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യും. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതിപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായത് സംസാരിക്കും, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്ക് ഇതിനാൽ അറിയും. യോഹന്നാൻ്റെ 4:3-6 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. 5-ാമതായിട്ട്, എന്നാൽ സഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ അഭിഷിക്തരായ പ്രവാചകന്മാർ അത്യാവശ്യമാണ്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവർ. അപ്രകാരമുള്ള ദൈവത്തിൻ്റെ പ്രവാചകനെ നിരസിക്കുന്ന സഭ അധപ്പതിക്കുന്ന സഭയായിരിക്കും. അത് ലൗകികത്വത്തിലേക്കും വേദപുസ്തക മാനദണ്ഡങ്ങളുടെയും സത്യത്തിൻ്റെയും വിട്ടുവീഴ്ചയിലേക്കും നീങ്ങുകയാണ് ചെയ്യുക. അത് ഇന്നത്തെ സഭകൾ വളരെ ദൃശ്യമാണ്. 1 കൊരിന്ത്യർ 14:3 പറയുന്നു, പ്രവചിക്കുന്നവനും ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായ മനുഷ്യരോട് സംസാരിക്കുന്നു. മത്തായി സുവിശേഷം 23:31-38 വരെ നാം വായിക്കുന്നു, അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ കൊന്നവരുടെ മക്കളെന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യം പറയുന്നുവല്ലോ. പിതാക്കന്മാരുടെ അളവ് നിങ്ങൾ പൂരിച്ചു കൊള്ളുവിൻ. പാമ്പുകളെ സർപ്പസന്തതികളെ നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? അതുകൊണ്ടാണ് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രമാരെയും നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിച്ചു കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളികളിൽ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും. നീതിമാനായ ഹാബേലിൻ്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗകൂടത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബെരഖ്യാവിൻ്റെ മകനായ സെഖര്യാവിൻ്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകും. ഇതൊക്കെയും ഈ തലമുറകൾ വരുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. യെരൂശലേമിലെ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായിത്തീരും. ലൂക്കോസ് 11:49. അതുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനവും പറയുന്നത്, ഞാൻ പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും അവരുടെ അടുക്കൽ അയക്കുന്നു, അവരിൽ ചിലരെ അവർ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യും.
പ്രവൃത്തികൾ 7:51-52 വാക്യങ്ങൾ വായിക്കുന്നു. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ട് നീതിമാനായവനെ വരവിനെക്കുറിച്ച് മുൻ നിയമിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അതുപോണൊക്കെ യോഹന്നാൻ 16:8-11 വരെ നാം വായിക്കുന്നുണ്ട്. അവൻ വന്നു പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായകൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നുണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ശാസനയുടെയും തർജ്ജനത്തിൻ്റെയും വാക്കുകൾ പറയുവാൻ പ്രവാചകനെ അനുവദിക്കുന്നില്ല. എങ്കിൽ ആത്മാവിനാൽ നൽകപ്പെട്ട പാപത്തെയും അനീതിയെയും വെളിപ്പെടുത്തുന്ന വചനങ്ങൾ ഉച്ചരിക്കുവാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ ആത്മാവിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ കഴിയാത്ത ഒരു സ്ഥാനമായി സഭ പരിണമിക്കും. അങ്ങനെയുള്ള ആത്മാവിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ കഴിയാത്ത അവസ്ഥ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പകരം സഭയിൽ രാഷ്ട്രീയവും ലൗകിക ശക്തിയുമാണ് ഉണ്ടാകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സ്ഥിതി അധികരിച്ചിരിക്കുന്നതായി കാണാം. ഇവിടെ ആത്മീയ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി പലരുടെയും സ്നേഹം തണുത്തു പോകുകയും ചെയ്യുവാനിടയാകും. ഇവിടെയാണ് വിശ്വാസത്യാഗം ഉണ്ടാകാൻ ഇടയാകുന്നത്. അത് കൂടുതലായി അധികരിച്ചിരിക്കുന്ന കാലഘട്ടമാണെന്നുള്ളത്. യുക്തിവാദികളും ഭൗതികവാദികളും അവിശ്വാസികളും നിരീശ്വരവാദികളും ഒക്കെ ഇരുട്ടിൻ്റെ വാക്താക്കളായി നിറഞ്ഞു നിൽക്കുന്ന കാലമാണ്. മത്തായി സുവിശേഷം 22:24-11-12 വാക്യങ്ങൾ പറയുന്ന പ്രവാചകന്മാർ പലരും വന്ന് അനേകരെയും തെറ്റിക്കും. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. 2 തിമോഥെയോസ് 3:17 ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യസനത്തിനും പ്രയോജനമുള്ളത് ആകും. 2 തിമോഥെയോസ് 4:3-5 പറയുന്നു, അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാർ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കി സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുക കേൾപ്പാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മഥൻ ആയിരിക്ക, കഷ്ടം സഹിക്ക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറവടിയായി നിവർത്തിക്കുക. 2 പത്രോസ് 2:1-3 വരെയുള്ള വാക്യങ്ങളിൽ, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങ് നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ ഉന്നയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദിവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിക്കാതെ വരുന്നു. അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. 2 പത്രോസ് 2:12-22 വാക്യങ്ങൾ നാം വായിക്കുന്നു. അവർ താൽക്കാലിക ഭോഗ തൃപ്തി സുഖമെന്ന് വെച്ച് നിങ്ങളുടെ സ്നേഹസദ്യതകൾ നിങ്ങളോടുകൂടെ വിരുന്ന് കഴിച്ച് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളുമാകും. അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം നിറഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ. അവർ നേർവഴി വിട്ട് തെറ്റി ബെയോരിൻ്റെ മകനായ ബിലെയാമിൻ്റെ വഴിയിൽ നടന്ന് അവൻ അനീതിയുടെ കൂലി കുതിച്ചു എങ്കിലും തൻ്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാട കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തുവല്ലോ. അവർ വെള്ളമില്ലാത്ത കിണറുകളും കൊടുങ്കാറ്റ് കൊണ്ടോടുന്ന മഞ്ഞ് മേഘങ്ങളുമാകും. അവർക്ക് കൂരിട്ട് സംഹരിച്ചിരിക്കുന്നു. വഴിതെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവരെ ഇവർ വെറും വമ്പ് പറഞ്ഞ് ദുഷ്കാമവൃത്തികളാൽ കാമഭോഗങ്ങളിൽ കുടുക്കുന്നു. തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കും മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദാത്തം ചെയ്യുന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അതറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു.
എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ പിരിഞ്ഞ പന്നിയെന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് ഭവിച്ചു എന്ന് യേശു ക്രിസ്തു മുമ്പ് തന്നെ നമ്മോട് പറഞ്ഞത് കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കുമെന്നാണ്. ഞാൻ പലവട്ടം ഇത് വായിച്ചു, വീണ്ടും വീണ്ടും വായിക്കുന്നത് കാരണം അത് മനസ്സിൽ നാം കരുതണം. മത്തായി സുവിശേഷം 24:11-12 വാക്ക് പറയുന്നു, കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ ദൈവനിയോഗത്താൽ ഉള്ള പ്രവാചകന്മാരുടെ ശബ്ദം സഭയും നായകന്മാരും കേൾക്കുന്നുവെങ്കിൽ അത് പുതുജീവനിലേക്കും ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലേക്കും നയിക്കപ്പെടും. പാപം നിരസിക്കപ്പെടും. വിശ്വാസികളുടെ മധ്യത്തിൽ ആത്മാവിൻ്റെ സാന്നിധ്യവും വിശുദ്ധിയും കാണപ്പെടും. അങ്ങനെയുള്ള പ്രവാചകന്മാരെ നാം തിരിച്ചറിയണം. അത് തിരുവചനപ്രകാരം മാത്രം ആയിരിക്കും. മാനുഷികമായ മോഹമായ ചിന്തകൾ ഉളവാക്കുന്നതായിട്ടല്ല. പിന്നെയോ ദൈവീയ ഉദ്ദേശം നിറവേറ്റുകയും ആത്മാവിൻ്റെ രക്ഷയ്ക്കുള്ള മാർഗത്തെപ്പറ്റി ശരിയായ കാഴ്ചപ്പാട് നൽകുന്നവരുമായിരിക്കും. താഴെ പറഞ്ഞിരിക്കുന്ന ദൈവവചനത്തിൽ അത് സ്പഷ്ടീകരിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 14:3 പറയുന്നു, പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കും. 1 തെസ്സലോനിക്കർ 5:19-21 വരെ വായിക്കുന്നു, ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. വെളിപാട് പുസ്തകം 3:20-22 വാക്യങ്ങളിൽ തൊട്ട് 22 വരെ വാക്യങ്ങളിൽ വായിക്കുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവനാ ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ചു എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ആത്മാവ് സഭയോട് പറയുന്നത് എന്ത് എന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, എന്ത് എന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവവചനം നമ്മളെ നിരന്തരമായിട്ട് ഓർമ്മിപ്പിക്കുന്ന സത്യമാണ്. ആരാണ് കള്ളപ്രവാചകന്മാർ, ആരാണ് യഥാർത്ഥ പ്രവാചകന്മാർ? ആത്മാവിൻ്റെ നിറവിൽ മാത്രമേ നമുക്ക് മനസ്സിലാകൂ. നാം തിരുവചനം അറിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ ആ തിരിച്ചറിവ് നമുക്കുണ്ടാകുകയുള്ളൂ. നാം ക്രിസ്തുവിലായിരിക്കുന്നു, ക്രിസ്തു നമ്മൾ വസിക്കുന്നു. കർത്താവ് പറയുന്നത്, ഞാൻ പിതാവിലായിരിക്കുകയും പിതാവ് എന്നിലായിരിക്കുകയും ചെയ്യുന്നത് പോലെ നിങ്ങളും എന്നിലായിരിക്കുകയും ഞാൻ നിങ്ങളിലായിരിക്കുകയും ചെയ്യും. ആ ഒരു വലിയ അനുഭവം, വലിയ സന്തോഷത്തിൻ്റെ അനുഭവമാണ്, ഏറ്റവും അനുഗ്രഹീതമായ ഒരു അനുഭവമാണ്. അത് നമുക്ക് പ്രാപിക്കാൻ സാധിക്കണം. ഓരോ ദിനവും തിരുവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവവചനം കേൾക്കുകയും ചെയ്യുമ്പോഴൊക്കെയും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലതും പറഞ്ഞു. നാം എങ്ങനെയുള്ള വാക്കുകളാണ് കേൾക്കുന്നത്? അത് സത്യമാണ്, അത് ശരിയായിട്ടുള്ളതാണ്, അതോ ഭൗതിക വാഗ്ദാനങ്ങൾ നൽകി രക്ഷയുടെ അനുഭവത്തിൽ നമ്മളെ തള്ളിക്കളയുന്ന അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ് ചെയ്യുന്നത്? ഓർക്കുക, തിരുവചനം ആത്മാവിൻ്റെ നന്മയ്ക്കായിട്ട് മാത്രമുള്ളതാണ്, ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട് മാത്രമുള്ളതാണ്. ഭൗതിക ജീവിതത്തിൻ്റെ കെട്ടുപാടിൽ എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾ. അല്ലാതെ ഈ ലോകത്തിൻ്റെ മോഹവലയത്തിൽപ്പെട്ട് ഉഴലുന്നവരായിത്തീരരുത്. നിത്യരക്ഷ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതിനാൽ പ്രിയമുള്ളവരെ, വളരെ സാവധാനതയോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ആ നല്ല ജീവിതത്തിന് വേണ്ടി കാംക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നിത്യരക്ഷ നമ്മൾക്ക് അനിവാര്യമാണ്. നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകരുത്. മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ, ചിന്തകൾ, വിചാരങ്ങളല്ല, കർത്തൃവചനത്തിൽ പറയുന്ന സത്യവചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതമായിരിക്കണം. നിങ്ങളെയൊക്കെയും ദൈവം അനുഗ്രഹിക്കും.